എന്റെ പൊന്ന് സാറേ, സാറിന്റെ മരുന്ന് കഴിച്ചിട്ട് ഇവർക്ക് ഒരു കുറവില്ലാന്നാ പറയുന്നത്. ഞാൻ മടുത്തു സാറേ. അല്ല, കഴിഞ്ഞ ആഴ്ച വന്നപ്പോ നല്ല കുറവുണ്ടെന്നല്ലേ പറഞ്ഞു. ഇപ്പൊ എന്താ പറ്റിയേ? കുറവില്ലാന്നല്ല സാറേ, പക്ഷെ ഇച്ചിരി കൂടെ നല്ല മരുന്ന് സാറിന് തരാൻ എനിക്ക് രാവിലെ എണീക്കുമ്പോ നല്ല ദേഷ്യം വരവൊക്കെ ഉണ്ട് സാറേ. കുറവുണ്ട്, പക്ഷെ എന്നാലും മാറ്റമില്ല. നമുക്കുണ്ടാകുന്ന ഈ മാനസിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനുള്ളേ സൈക്കാട്രിയിലെ ഏറ്റവും നല്ല മരുന്നാണ് നിങ്ങൾക്ക് ഞാൻ കൊടുത്തത്. എന്നിട്ടും എന്റെ പൊന്ന് സാറേ, രാവിലെ എഴുന്നേക്കുമ്പോ എന്റെ മുഖം കണ്ടാ അവർക്ക് കല്യാന്ന് പറയാം. അങ്ങനെ വരാൻ വഴിയില്ലെന്നേ. കാരണം അത്യാവശ്യം ടെൻഷൻ, സ്ട്രെസ്, ആൻസൈറ്റി, ഈ മാനസിക വിഭ്രാന്തി എല്ലാം കുറയ്ക്കാനുള്ളേ ഏറ്റവും നല്ല മെഡിസിനാ തന്നത്. ഇങ്ങനെ വരില്ലല്ലോ. അതൊന്നും അല്ല, ഇത്തിരി കൂടി നല്ല മരുന്നൊക്കെ ഉണ്ട് സാർ. എനിക്ക് മനഃപൂർവ്വം കുറിച്ച് തരാത്ത നല്ല മരുന്നുണ്ട് വേറെ. സാറിനേക്കാളും വലിയ ഡോക്ടറാണ്. അല്ലാന്നേ, നിങ്ങൾക്ക് സംശയമുണ്ട് ഇന്ത്യയിലെ ഏത് വലിയ സൈക്കാട്രിസ്റ്റിനോടും കാണിച്ചോ. നിങ്ങളുടെ ഈ മാനസിക വിഭ്രാന്തിക്കുള്ള ഏറ്റവും നല്ല മരുന്ന് ഞാൻ എഴുതിക്കുന്നത്. അല്ലല്ല, ഇതിലും നല്ല മരുന്ന് വേറെ ഉണ്ട്. സാറ് മനഃപൂർവ്വം എഴുതാത്ത, അല്ലെങ്കിൽ സാറിന് അറിയാൻ മേലാത്തോണ്ട. 5 വർഷം MBBS 3 വർഷം സൈക്കാട്രി PG ഉള്ള എന്നോടാ, അതും പല വിദേശ രാജ്യം പഠിച്ച എന്നോട്. കുറെ സ്ഥലത്ത് പോയി പഠിച്ചിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സാറിന് അറിയാൻ മേലില്ലേ, അറിയാൻ മേലാന്ന് പറയാൻ പഠിക്കണം. നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിവുണ്ടെങ്കിലേ നിങ്ങൾ പറ, ആ മരുന്ന് ഏതാന്ന് ഞാൻ കുറിച്ച് തരാം. പറ. ഞാൻ പറയാം, എനിക്കറിയാം. എനിക്ക് മെലാനിയ എന്ന് പറഞ്ഞ ചേച്ചി കഴിക്കണം മരുന്ന് എഴുതി തന്നാൽ മതി. വിദേശത്തൊക്കെ പഠിച്ച ആളല്ലേ, ആ മരുന്ന് എനിക്ക് എഴുതിത്താ. ആ ചേച്ചി കഴിക്കണം മരുന്ന് എനിക്ക് എഴുതിത്താ. മെലാനിയ? അതാരാ? വല്ലപ്പോഴും പേപ്പറൊക്കെ വായിക്കണം. ആ മെലാനിയ അല്ലേ, ട്രംപിന്റെ ഭാര്യ. അവര് കഴിക്കണ മരുന്ന് എനിക്ക് വേണ്ടത്, അതിന് എഴുതാ. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭാര്യ കഴിക്കുന്ന മരുന്ന് എന്തൊക്കെ പ്രത്യേകത? എന്റെ പൊന്നു സാറേ, അത്രയും വലിയ ഭ്രാന്തന്റെ കൂടെ ജീവിച്ചിട്ട് രാവിലെ നോർമൽ ആയിട്ട് നടക്കണമെങ്കിൽ അത് എന്നാ സൂപ്പർ മരുന്നായിരിക്കും പൊന്നു സാറേ. സാറൊന്ന് ആലോചിച്ച് നോക്കി. ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഇവനിനി എന്ത് ഭ്രാന്ത കാണിക്കാൻ പോണെന്ന് യാതൊരു വിവരമില്ലാത്തവരുടെ കൂടെ ജീവിക്കുമ്പോൾ ആ സ്ത്രീയുടെ അവസ്ഥ. ഉറപ്പായിട്ട് അവര് മരുന്ന് കഴിക്കുന്നുണ്ട്, അതിന് ഭയങ്കര പവറുമായിരിക്കും. ആ മരുന്ന് എനിക്ക് വേണം, അത് എഴുതിട്ടാ. ഞാൻ എന്റെ ജോലി രാജിവെച്ചു. മേളെ ഈ കസേരയിലേക്ക് ഇരിക്കൂ, എന്നിട്ട് എനിക്ക് പറ്റിയൊരു മരുന്ന് കുറിച്ച് തരൂ. ഞാൻ അപ്പഴേ നിങ്ങളോട് പറഞ്ഞ ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് ഒന്നും അറിയാൻ മേല. എടി, സത്യത്തിൽ ഞാൻ അത്രയും വലിയ ഭ്രാന്തനാണോടി?